ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കാണിക്കുന്നത് പോപ്കോൺ എങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം എന്നതാണ്. കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു വേണ്ടി 1/2 കപ്പ് കോണാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിന് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാൻ. കോൺ, അതായത് ചോളം വാങ്ങുമ്പോൾ ചെറിയ ചോളം തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക, എന്നാൽ പെട്ടെന്ന് തന്നെ പൊരിയായി കിട്ടും. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായാൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ചോളം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കോൺ ഫ്രൈ ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കോൺ ഫ്രൈ ആയി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു അടപ്പ് വെച്ച് അടച്ചു വെക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് പൊരിയായി കിട്ടും. ചോളമെല്ലാം പൊരിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ടുള്ള പോപ്കോൺ, അതായത് ചോള പൊരി ഇതാ റെഡി ആയി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.